ഉത്തര കൊറിയയിലെയും ഇറാനിലെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അൻവർ പിണറായി വിജയനുമായി തെറ്റിയത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, മന്ത്രിയാവാനുള്ള തന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തതിന്. രണ്ട്, മറുനാടനെ പൂട്ടിക്കെട്ടി ജയിലിലടയ്ക്കാൻ സാധിക്കാതിരുന്നതിന്. മന്ത്രിയാക്കിയാൽ തനിക്ക് തലവേദനയാകുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. മറുനാടനെ പൂട്ടാൻ പിണറായി ശ്രമിക്കാത്തത് കൊണ്ടല്ല, ദൈവം അതിന് അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവം അനുമതി നിഷേധിച്ച ഒരു പ്രവർത്തിയുടെ പേരിലാണ് അൻവർ പിണറായിക്കെതിരെ രംഗത്ത് വരുന്നത്. പിണറായിസം എന്ന വാക്കുപോലും മറുനാടന്റെ നാവിൽ നിന്നും കടമെടുക്കുക അൻവർ. അങ്ങനെ മറുനാടനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ അൻവർ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അഗാധമായ അവസ്ഥയുണ്ട്. അത് കാണുമ്പോൾ ഒട്ടും സഹതാപം തോന്നുന്നില്ല. കൂയി 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 എന്ന് കൂവാൻ മാത്രമാണ് തോന്നുന്നത്. നീതി കേട്ട മനുഷ്യർ, നെറികെട്ട മനുഷ്യർ ഏത് പാതാളത്തിൽ ചെന്ന് വീഴും എന്നതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അൻവർ. നീതിയും മര്യാദയും അൻവറുടെ അയൽപ്പക്കത്തു കൂടി പോയിട്ടില്ല. നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരുടെ കണ്ണീരിന്റെയും ശാപത്തിന്റെയും ഇരയാണ് വാസ്തവത്തിൽ ഈ അൻവർ. പാവങ്ങളെ പിടിച്ചു കബളിപ്പിച്ചും സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ട് ആ സ്വത്തൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ മാറി. ആ അൻവറിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് നാണം കെട്ട ഈ തോൽവി. അൻവർ എന്നിട്ടും ഉളുപ്പില്ലാതെ താൻ ഇത്രയും വോട്ട് നേടിയത് മഹാസംഭവമാണെന്ന് പറയുന്നു. ആരോടാണ് ഈ പറയുന്നത്? അൻവറുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടും എന്ന് കരുതുന്ന ചില വിഡ്ഢികളായ നേതാക്കളോട്. അൻവറിന് 20,000 വോട്ട് തികയ്ക്കാൻ കഴിഞ്ഞില്ല. 10 വർഷം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ആ മണ്ഡലത്തിലെ MLA ആയിരുന്ന ഒരാൾ 20,000 വോട്ട് പിടിക്കാൻ കഴിയാതിരുന്നിട്ടും താൻ മഹാനാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അൻവർ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകിയത്? തനിക്ക് ഇടതുപക്ഷത്തിന്റെ 40% വോട്ട് കിട്ടുമെന്ന്. ആ 40% വോട്ട് കിട്ടിയില്ലെങ്കിൽ തന്റെ 2 ചെവിയും മുറിച്ചെടുത്ത് എറിഞ്ഞോളൂ എന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. ഇത്തരത്തിൽ എന്തെല്ലാം പറഞ്ഞു. താൻ ജയിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കാൽനടയായി പോകും എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഗീർവാണമായിരുന്നു. അൻവർ തന്റെ ചെവി മുറിക്കുമോ? അൻവർ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമോ? അന്തസ്സും ഉളുപ്പും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞ ഒരു വാക്കെങ്കിലും പാലിക്കണം. ഒരു വാക്കും പാലിക്കാതെ നുണ മാത്രം പറഞ്ഞു ജീവിക്കാനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയും, ഈ നാടിന് അൻവറെ വേണ്ട. അഴിമതിയും നുണയും ചാലിച്ചു ജീവിക്കുന്ന അൻവറെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുത്തനെ ഇനി ആരെങ്കിലും ചുമക്കാൻ ശ്രമിച്ചാൽ അവരോട് ഈ നാട് ക്ഷമിക്കുകയില്ല എന്ന് മറക്കരുത്.